ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരുവിൽ എത്തിച്ചുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കർണാടകയിലേക്ക് തിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് തെറ്റായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. 2019 ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായതായി സമ്മതിച്ച് PS പ്രശാന്ത് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് 2019 ഞാൻ പറയുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, 99 മുതൽ നടക്കട്ടെ അന്വേഷണം. 2025 വരെയും നടക്കട്ടെ. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇതിപ്പോൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യം മുതൽ അന്വേഷണമുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സ്വർണ്ണപ്പാളികൾ എന്ന വിവരം വരുന്നു. ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോയത്. അതെന്തുകൊണ്ടാണ്? ഇപ്പം വ്യവസായികൾ ഉണ്ട്, അങ്ങനെ ഒട്ടേറെ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. അനുജ, തീർച്ചയായും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ 1999 മുതലുള്ള വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസ് ശേഖരിക്കുന്നത്. ഈ നിർണായകമായ പല വിവരങ്ങളും ഈ ദേവസ്വം വിജിലൻസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയിലേക്കും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിലേക്കും ഇപ്പോൾ അന്വേഷണം നീളുന്നത്. 2019 വലിയ വീഴ്ചയാണ് അന്നത്തെ ദേവസ്വം ബോർഡിനും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും സംഭവിച്ചത്. കാരണം ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ, അന്ന് ഉത്തരവിൽ പറഞ്ഞത് ചെമ്പ് പാളികൾ എന്നാണ്, അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുകയായിരുന്നു. അദ്ദേഹം തന്നിഷ്ടപ്രകാരം ഇത് കൊണ്ടുപോവുകയും ഈ ചെന്നൈയിൽ കൊണ്ടുപോകുന്നതിന് പകരം ബംഗളൂരുവിൽ കൊണ്ടുപോയി അവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ തിരിമറി നടന്നോ എന്നതുകൂടി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതുൾപ്പെടെ സ്ഥിരീകരിക്കുന്നതിനും ഈ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകുന്നത്. ഇന്നോ നാളെയോ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിലേക്ക് പോകും. അവിടെ ഈ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച അയ്യപ്പ ക്ഷേത്രത്തിൽ പരിശോധന, അവികളിൽ നിന്ന് മൊഴിയെടുക്കും. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ മറ്റ് സുഹൃത്തുക്കൾ, വ്യവസായികളായ ചില സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരികെ എത്തിച്ചത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. അതുൾപ്പെടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ ശാസ്ത്രീയ പരിശോധന, അത്തരത്തിലുള്ള പരിശോധനകളടക്കം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഒരാഴ്ചക്കകം ഈ കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ് ദേവസ്വം വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഇതിലെ അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ എല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഈ ശബരിമലയിൽ എത്തി, അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണത്തിൽ തൂക്കം കുറഞ്ഞതിൽ അതിന്റെ കാരണം എന്ത്, ഏത് കാലത്താണ് ഇത്തരത്തിൽ ഈ തൂക്കം കുറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിർണായക വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത്. പീഠം സ്വർണ്ണപ്പാളി വിഷയങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിശദമായി ചോദ്യം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.